ഒരു പുണ്യവസരം കിട്ടിയത് സന്തോഷം. ഞാൻ ആദ്യമായി JSS കാസർഗോഡിൽ നിന്നും സ്റ്റേറ്റിലെത്തിയ ഒരു കൊച്ചു മിമിക്രി ആയിട്ടുണ്ട്. അതായത് ഇവിടെ അവതരിപ്പിക്കുന്നത് സസ്നേഹം സർവീസ്. മാറ്റങ്ങൾ മറിമായം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഭ്രാന്തി പിടിച്ചോടി നടക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാം നമുക്ക് ഈ കൊച്ചു ലോകത്തിൽ. അവരെ ഒരാൾ മാത്രമാണ് മിസ്റ്റർ മോഹൻകുമാർ. ഒരു ഓഫീസ് ഉദ്യോഗസ്ഥനായ മിസ്റ്റർ മോഹന്റെ ഒരു ദിവസത്തെ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ ഈ കൊച്ചു മിമിക്രിയിലൂടെ അവതരിപ്പിക്കുന്നത്. എന്തും ഏതും ഡ്യൂപ്ലിക്കേറ്റായി ലഭിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് യുഗത്തിലാണ് നമ്മൾ. ഈ ഡ്യൂപ്ലിക്കേറ്റ് യുഗത്തിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സുപ്രഭാതം കേട്ട് തന്നെയാണ് മിസ്റ്റർ മോഹൻ അന്ന് ഉറക്കം എഴുന്നേറ്റത്. അയാളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അലാറമായിരുന്നു. ഓഫ് ചെയ്ത് മോഹൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. നേരെ അടുക്കളയിലേക്ക് ചെന്ന് ലൈറ്റിന്റെ സ്വിച്ചിൽ ഒന്ന് അമർത്തി. ലൈറ്റില്ല. ഇന്നും മണ്ണെണ്ണ മോട്ടർ തന്നെ ശരണം. സംഗതി ഓക്കെ ആയതിനു ശേഷം തലേ ദിവസം എത്താൻ പറഞ്ഞ സ്ഥലത്ത് കൃത്യസമയത്തും സുഹൃത്തിനോട് എത്തിച്ചേരാൻ പറയാൻ മോഹൻ സുഹൃത്തിനെ ഫോൺ വിളിച്ചു. സുഹൃത്തിന്റെ കയ്യിലെ സെൽഫോൺ ഇങ്ങനെ റിംഗ് ചെയ്തു. സംഗതി ഓക്കെ ആയതിനു ശേഷം മോഹൻ തന്റെ കാറും എടുത്ത് സുഹൃത്ത് കാത്തു നിൽക്കാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സുഹൃത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അധിക നേരം മോഹനെ കാത്തു നിർത്താതെ അതാ അങ്ങ് അകലിൽ നിന്നും സുഹൃത്തിന്റെ മോട്ടോർ ബൈക്ക് വരുന്നു. ബൈക്ക് അവിടെ വെച്ച് മോഹനും സുഹൃത്തും ആദ്യം ഒരു അമ്പലത്തിലേക്ക് പോയി. പിന്നീട് അവർ ഒരു ബീച്ചിലേക്കായിരുന്നു പോയത്. സമയം ഒരുപാട് വൈകി. മോഹൻ യാത്ര തിരിച്ചു. വഴി ഒരു ട്രെയിൻ കടന്നുപോയി. സുഹൃത്തിന്റെ ബൈക്ക് വെച്ചെടുത്ത് കാർ നിർത്തി. സുഹൃത്ത് ബൈക്ക് എടുത്ത് പോയതിനു ശേഷം മോഹൻ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. സ്റ്റാർട്ട് ആവുന്നില്ല. തിയേറ്ററിൽ നിന്നും കഴിച്ച ഐസ്ക്രീമിൻ്റെതായിരിക്കാം വല്ലാത്തൊരു ദാഹം. മോഹൻ അടുത്ത് കണ്ട പഞ്ചായത്ത് പൈപ്പ് ഒന്ന് പിടിച്ചു തിരിച്ചു. പൈപ്പിൽ അമർത്തി ഒന്ന് തിരിച്ച് അയാൾ അടുത്ത് കണ്ട കടയിലേക്ക് ഒരു സോഡ കുടിക്കാനായി നടന്നു. കടയിൽ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയായിരുന്നു സ്ക്രീനിൽ. പോലീസിന് ഭയവരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഭയവരിക്കാം, എന്നാൽ മുന്നേക്ക് ഭയമില്ല. ആരുമല്ല. കടക്കാരൻ ഒരു സോഡ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അത് വാങ്ങി മോഹൻ പുറത്തിറങ്ങി. കടയ്ക്ക് സമീപത്തുള്ള ഒരു ചതുർനിലത്തിലൂടെ ഒരു കുതിര ഓടിപ്പോയി. അതൊരു തനി നാടൻ പ്രദേശമായിരുന്നു കേട്ടോ. നാട്ടിലെ ഒരു കുട്ടി ഒരു നൈലോൺ ഷർട്ട് ഒന്ന് വലിച്ചു കീറി. നടന്നപ്പോൾ നാട്ടിൽ വികസനത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുവാൻ വേണ്ടി ഒരാൾ PVC പൈപ്പ് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുന്നു.
നാട്ടിലെ മറ്റൊരു കുട്ടി പൊട്ടിയ ബലൂൺ ഉപയോഗിച്ച് ഒരു സംഭവം കാണിച്ചു. ഒരു ടൗൺ അല്ലാത്തതുകൊണ്ട് അതുവഴി അധിക വാഹന തിരക്കൊന്നുമില്ല. മോഹന് വീട്ടിൽ പോകാൻ ഒരു വണ്ടി കിട്ടിയേ തീരൂ. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ അതുവഴി കടന്നു വന്നു. മോഹൻ അതിൽ കയറി തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടതോടുകൂടി എന്റെ കൊച്ചു മിനിറ്റിലേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാധാരണ ഞാനിങ്ങനെ പോകുമ്പോൾ പ്രോഗ്രാം ഒന്നും ചെയ്യാത്തതാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ശബ്ദങ്ങൾ ഞാൻ വിറ്റിട്ട് ആദ്യം ആരെ വേണ്ടേ? ശരി, നമുക്ക് ഫാൻസ് ഒന്ന് കൈയടിച്ചേ. എന്റെ ഫാൻസ് ഡയലോഗ്, നമ്മുടെ ഹിന്ദി എന്ന ചിത്രത്തിലെ 2 ഡയലോഗ്. ഓക്കെ, കൊച്ചി പഴയ കൊച്ചിയില്ലാന്ന് അറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇനി നമ്മുടെ ഭരത് ലാലേട്ടൻ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. റെഡി? കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളിലിരുന്നു ഒരു വേനൽ കല്ല് ഖാളിയാക്കി തിരിച്ചു. മിയ ഡാൻസിന്റെ ഖാളിയ, ഖരാനകളുടെ ഖാളിയ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുവതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തന്നെയുടെ ഓട്ടക്കേശിയിൽ എന്തുണ്ട്? സബ്നോं की जिंदगी जो कभी नहीं खत्म हो जाती है. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ ജോലിക്ക് പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതങ്ങനെ അവറ്റകൾ നിന്നോട് സ്നേഹമില്ലല്ലോ. ഒരു SNDPയുടെ സമ്മതിതനായ ഒരു നേതാവുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഇല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. SNDP ശ്രീധർമ്മ പരിപാടി പറഞ്ഞിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് ജാതി എന്നുള്ളതാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി ശിവാനിയൊക്കെ ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കുന്നു അത് ഏത് ജാതി വാങ്ങി. പതിലുണ്ട് സൂക്ഷിക്കുകയെന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ട്. ഇതുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അറിയില്ല. ജനാർദ്ദനൻ അപ്പൊ വില്ലൻ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനാർദ്ദനൻ ചേട്ടന്റെ കടുത്ത ശബ്ദമുണ്ട്. ഇത് പഴയ ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ഒരുപാട് ശബ്ദത്തിനും രൂപാന്തരം പ്രാപിച്ചു. എല്ലാവർക്കും നല്ലത് മാത്രം വരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വരുവാനും നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണുവാനും പിന്നെ 1-2 ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ദിലീപ്, മണി, നമ്മുടെ ദേവികരൻ പോലുള്ള പ്രഗത്ഭരായ കലാകാരന്മാരെ നേരിട്ട് കാണുവാനും അവരുടെ പെർഫോമൻസ് നേരിട്ട് ആസ്വദിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം വരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലാപരവും കായികപരവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സംരംഭത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിക്കിത്തിരക്കി അദ്ദേഹത്തെ തൊടാനോ തിക്കിത്തിരക്കി വഴി കൊടുക്കാനോ പാടില്ല. നല്ല കുട്ടികളായി
അച്ചടക്കത്തോടുകൂടി